നമസ്കാരം. എല്ലാവരും ഫുട്ബോളിലൊരു കരിയർ അല്ലെങ്കിൽ ഫുട്ബോളിലൊരു ജോലി എന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹെഡ് കോച്ച് അല്ലെങ്കിൽ ഫുട്ബോൾ കോച്ചിങ് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഇത് മാത്രമാണോ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടുള്ളത്? അല്ല. കാരണം നിങ്ങൾ കോച്ചിങ് മാത്രമാണ് ഓപ്പർച്യൂണിറ്റി എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 90-95% ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇപ്പോൾ പലരും ഇപ്പോൾ ഈ അബ്രോഡ് പഠിക്കാൻ പോവുകയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യുന്നതിനോ സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കരിയർ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഏറ്റവും ആദ്യം വരുന്നൊരു തോട്ടായിരിക്കും സ്പോർട്സ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. സ്പോർട്സ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു മാനേജീരിയൽ കരിയറാണ്. അതായത് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റോൾസ്, ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ്, അങ്ങനത്തെ ബാക്ക് എൻഡ് വരുന്നൊരു റോളുകളാണ് കൂടുതലും സ്പോർട്സ് മാനേജ്മെൻറ്റ് പഠിച്ചുകൊണ്ട് നമുക്ക് കിട്ടാനും സാധ്യത. സ്പോർട്സ് മാനേജ്മെൻറ്റിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫീൽഡുമായിട്ടും അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാഫുമായിട്ടും ബന്ധമുണ്ടോ? മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കോച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. വീഡിയോയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരാം. നമുക്കിതിനെ 6 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്കിതിനെ തിരിക്കാം. അപ്പോൾ ഈ 6 ഡിപ്പാർട്ട്മെന്റ്സിൽ ഏറ്റവും ആദ്യം വരാം കോച്ചിങ് ആയിരിക്കും. എന്താണ് കോച്ചിങ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഞാനിന്ന് വിശദീകരിക്കേണ്ട കേസില്ല. പക്ഷേ കോച്ചിങ്ങിൽ തന്നെ പല രീതിക്കുള്ള റോളുകളുണ്ട്. ആദ്യം വരുന്നത് ഹെഡ് കോച്ച് ആണ്. ഹെഡ് കോച്ച് എന്ന് പറയുന്നത് ഒരു എൻറ്റയർ സ്റ്റാഫിംഗ് യൂണിറ്റിന്റെ അൾട്ടിമേറ്റ് ലീഡർ ആയിരിക്കും. അദ്ദേഹം എന്തിനൊക്കെ ആയിരിക്കും റെസ്പോൺസിബിൾ ആവുക? ടാക്ടിക്സ് അല്ലെങ്കിൽ ഗെയിം ഡേ പ്രിപ്പറേഷൻസ്, മാച്ച് ഡേ പ്രിപ്പറേഷൻസ്, ലൈനപ്സുകൾ, റിസൾട്ടുകൾ, ഇതെല്ലാം വരുന്നത് ഒരു ഹെഡ് കോച്ചിന്റെ കീഴിലായിരിക്കും. പിന്നെ വരുന്നത് ഫസ്റ്റ് ടീം കോച്ചാണ്. ഫസ്റ്റ് ടീം കോച്ചും അസിസ്റ്റന്റ് കോച്ചും ഏകദേശം സെയിം റോൾ തന്നെയാണ്. ഈ പറയുന്ന പോലെ ഹെഡ് കോച്ചിനെ അസിസ്റ്റ് ചെയ്യുക, സെഷൻസ് എടുക്കാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുക, ലൈനപ്സിൽ, മാച്ച് ഡേ പ്രെപ്പിൽ, എല്ലാത്തിലും ഈ പറയുന്ന പോലെ ഹെഡ് കോച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് ടീം കോച്ചിന്റെ ഡ്യൂട്ടി. ഈ മീഡിയനൊക്കെ ഫേസ് ചെയ്യുന്നത് ഈ പറയുന്ന ഹെഡ് കോച്ച് ആയിരിക്കും. ഫസ്റ്റ് ടീം കോച്ച് ആയിരിക്കില്ല. അൺലെസ് ഹെഡ് കോച്ചിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഫസ്റ്റ് ടീം കോച്ച് മീഡിയനൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ വരുന്നതാണ് അക്കാഡമി കോച്ച് എന്നുള്ളത്. പലരും അവരുടെ കോച്ചിങ് ജേണി തുടങ്ങുന്നുണ്ടാവുക അക്കാഡമി ലെവലിൽ നിന്നിട്ടായിരിക്കും. യങ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കോച്ച് ചെയ്യുന്നു, അക്കാഡമികൾക്ക് വേണ്ടി കോച്ച് ചെയ്യുന്നു. അവരുടെ കോച്ചിങ് ഫിലോസഫികളും അല്ലെങ്കിൽ കോച്ചിങ് രീതികളൊക്കെ കുറച്ചുകൂടെ വ്യത്യസ്തമായിരിക്കാം. പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിലായിരിക്കാം കൂടുതൽ എംഫസിസ് ഉണ്ടാവുക. പിന്നെ വരുന്നത് ഗോൾ കീപ്പർ കോച്ചാണ്. യെസ്, ഗോൾ കീപ്പേഴ്സിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് കോച്ചസ് ഉണ്ടാവും. ഗോൾ കീപ്പിംഗ് അസിസ്റ്റന്റ് കോച്ച് വരെ ഉണ്ടാവും മിക്ക ക്ലബ്ബുകളിലും. ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസും പിന്നെ അവരുടെ വാല്യുവേഷനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അസിസ്റ്റന്റ് കോച്ച് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ തീരുമാനിക്കുക. ഗോൾ കീപ്പർ കോച്ച് എന്ന് പറയുന്നത് ഗോൾ കീപ്പേഴ്സിനെ സെപ്പറേറ്റ് ട്രെയിൻ ചെയ്യുന്നുണ്ടാവും. അനാലിസിസ് അവർ സെപ്പറേറ്റ് ഗോൾ കീപ്പിങ്ങിന് വേണ്ടി ചെയ്യുന്നുണ്ടാവും. ഗോൾ കീപ്പിംഗ് ലൈസൻസുകൾ ഉണ്ട്. UEFA ഒക്കെ ആയാലും ഗോൾ കീപ്പിംഗ് ലൈസൻസ് ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് സെറ്റ് പീസ് കോച്ചാണ്. സെറ്റ് പീസസ് ഈ ഒരു എറയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആർസണലിൻ്റെ ഫാൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിരിക്കുന്നുണ്ടാവും. കാരണം അത്രയും അധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് തന്നിട്ടുള്ളൊരു ടീമായിരുന്നു ആർസണൽ ഈ കഴിഞ്ഞ സീസൺ എന്നുള്ളത്. ആർസണൽ മാത്രമല്ല, ഒരുപാട് ടീമുകൾ ഈ പറയുന്ന പോലെ ഒട്ടുമിക്ക ടീമുകൾക്കും സെറ്റ് പീസസ് കോച്ചസ് ഉണ്ടാവും. ഓൾമോസ്റ്റ് എവറി ടീമിനും സെറ്റ് പീസസ് കോച്ച് ഉണ്ടാവും. കൂടുതൽ ഡെപ്തിലേക്ക് പോകുന്ന റോളുകൾ സെറ്റ് പീസസിൽ തന്നെയുണ്ട്. ലിവർപൂളിൽ, അതായത് ക്ലോപ്പിൻ്റെ ലിവർപൂളൊക്കെ ത്രോ ഇൻ കോച്ചിനെ വരെ അവർ ഡിപ്ലോയ് ചെയ്തിരുന്നു. പിന്നെ കുറച്ചുകൂടി റിക്രൂട്ട്മെന്റ് സൈഡിലേക്ക് വരുമ്പോഴേ ഫസ്റ്റ് ടീം സ്കൗട്ട് ഉണ്ടാവും. സ്കൗട്ടിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലത്തും ഈ പറയുന്ന പോലെ സെലക്ഷൻ ട്രയൽസ് ആണ് ഉണ്ടാവാറ്. സ്കൗട്ട്സുകൾ ഉണ്ട് ഇന്ത്യയിൽ, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ സെലക്ഷൻ ട്രയൽസിന് വരുമ്പോൾ അവിടെ സ്കൗട്ട്സ് വരുന്നു കൂടുതലായിട്ടും. അവിടെ നിന്ന് സ്കൗട്ടിങ്ങുകൾ നടക്കുന്നു, സെലക്ഷൻ പ്രോസസ്സ്. അങ്ങനെയാണ് ഇന്ത്യൻ ഒരു കൾച്ചറിൽ, ഫുട്ബോൾ കൾച്ചറിൽ കണ്ടുവരുന്നതുള്ളത്. മറ്റു രീതിക്കും ഉണ്ട്. ഈ പറയുന്ന വൈസ് സ്കൗട്ടൊക്കെ സ്കൗട്ട്സിനെ നിയമിക്കുന്നതൊക്കെ കാണാം. പക്ഷേ എന്നിരുന്നാലും ഗ്ലോബൽ ആയിട്ടുള്ളൊരു രീതിക്ക് അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ സ്കൗട്ട്സ് ഉണ്ടാവും. സ്കൗട്ട്സ് ഈ പറയുന്ന ഗെയിംസ് പോയി കാണുകയും അവരൊരു സ്കൗട്ടിംഗ് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യും ഓരോ പ്ലേയേഴ്സിന്. അതായത് ഒരു ക്ലബിന് എന്താണോ വേണ്ടത് എന്നുള്ള രീതിക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്ലേയേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സ്കൗട്ട്സിൻ്റെ ഡ്യൂട്ടി. ചിലപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ലിവർപൂളിൻ്റെ അക്കാഡമി പറയുന്നുണ്ടാവും അവർക്കൊരു നമ്പർ 10 വേണം, അവർക്കൊരു ബോൾ പ്ലേയിങ് ടെക്നിക്കൽ എബിലിറ്റിയുള്ള നമ്പർ 10 വേണം. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഇന്ന പ്ലെയറിനെ പോയിട്ട് വാച്ച് ചെയ്യാൻ പറയും. അങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ ഒരു 3, 4, 5 വട്ടമൊക്കെ വാച്ച് ചെയ്തിട്ടായിരിക്കും റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെക്കൊക്കെ നടത്തി റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ട് ക്ലബിന് സബ്മിറ്റ് ചെയ്യും. ഇനി അതല്ല, മറ്റു രീതികളുണ്ട്. സ്കൗട്ട്സ് തന്നെ ഇൻഡിവിജ്വലായിട്ട് പോയിട്ട് പ്ലേയേഴ്സിനെ കണ്ടെത്തിയിട്ട് ഈ ക്ലബ്സിന് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്യും. ഒരു പ്ലെയറെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് എങ്ങനെയാണ്, കഴിഞ്ഞ സീസണിൽ 15 ഗോൾസ് പെർ അസിസ്റ്റ് ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിക്ക് ഉള്ള ഡേറ്റ തന്നെ ആയിരിക്കും. അത് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പ്ലെയറെ ഈ ക്ലബിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യും. ഇങ്ങനെ ഇതെന്താ സ്കൗട്ടിങ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലൊക്കെ കൂടുതലും വരേണ്ട ഒരു സംഭവമാണ്. കാരണം സ്കൗട്ടിങ് ഒരു ജോബ് കൂടിയാണ്, ഒരു റവന്യൂ, ഒരു ഇൻകം തരുന്നൊരു ജോബ് കൂടിയാണ്. ഈ ഒരു പ്ലെയർ സെല്ലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അക്കാഡമിയിൽ നിന്നിട്ട് സെല്ലായി കഴിഞ്ഞോ അല്ലെങ്കിൽ മറ്റു ക്ലബ്ബുകൾ അവിടെ നിന്നിട്ട് ഈ പ്ലെയർ പ്രോഗ്രസ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കമ്മീഷൻ സ്കൗട്ട്സിന് കിട്ടും. ചിലപ്പോൾ അതൊരു 1 വർഷം കഴിഞ്ഞിട്ടാവാം, 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആവാം. പക്ഷെ എന്നിരുന്നാലും ക്ലബ്സ് ഈ പ്ലെയേഴ്സിനെ സെല് ചെയ്യുന്നതോടൊപ്പം ആ ഒരു സ്ട്രക്ചറിൽ വരുന്ന സ്കൗട്ട്സിന് അതിൻ്റെതായ റവന്യൂ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്.
അതല്ലാതെ ക്ലബ്സിന് വേണ്ടി ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന സ്കൗട്ട്സും ഉണ്ട്. എന്നിരുന്നാലും ഫ്രീലാൻസിങ് ചെയ്യുന്ന സ്കൗട്ടുകളും ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒരു പ്ലെയറെ കൂടുതൽ അറിയാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഈ പറയുന്ന സെലക്ഷൻ ട്രയൽസ് എന്നൊക്കെ പറയുന്നത് പ്ലേയേഴ്സിന് വളരെ ചുരുങ്ങിയ രീതിക്ക് മാത്രമേ പ്ലേയേഴ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരൊറ്റ 3 hour സെഷൻ കൊണ്ടോ അല്ലെങ്കിൽ 1 hour സെഷൻ കൊണ്ടോ എങ്ങനെയാണ് ഒരു പ്ലെയറിനെ ഗേജ് ചെയ്തെടുക്കുക? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. അതിന് പകരം ഈ പറയുന്ന പോലെ ഒരു പ്ലെയറിനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ സ്കൗട്ടിംഗ് റിപ്പോർട്ട് തയ്യാറാക്കി പ്രൊഫൈൽ തയ്യാറാക്കി ഒക്കെ വരികയാണെങ്കിൽ ആ പ്ലെയറെ കൂടുതൽ പഠിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും. ക്ലബ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റും കൂടുതൽ റിഫൈൻഡ് ആവുകയും ചെയ്യും. നല്ല നല്ല പ്ലേയേഴ്സിനെ എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരു സ്കൗട്ടിംഗ് റിപ്പോർട്ടൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് വൈകാതെ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. എന്നിരുന്നാലും അക്കാഡമി സ്കൗട്ട് അടുത്തായിട്ട് വരുന്നു. സെയിം പ്രോസസ്സ് തന്നെ അക്കാഡമി പ്ലേയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അക്കാഡമി സ്കൗട്ട്സ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നോക്കുന്നുണ്ടാവുക. ഒരു പ്ലെയറുടെ പൊട്ടൻഷ്യൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഫിസിക്കാലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ ഗ്രോത്ത് എങ്ങനെയൊക്കെയാണ്, എത്ര ടോളാണ് പാരൻസ് എന്നുള്ളതൊക്കെ ഇതൊക്കെ അക്കാഡമി സ്കൗട്ട്സ് നോക്കും. ആ പ്ലെയർ ഇന്ന പ്രായത്തിൽ എന്തായിരിക്കും ഫിസിക്കാലിറ്റി എങ്ങനെയായിരിക്കും വരാം, ബാക്ക്ഗ്രൗണ്ട് ചെക്കുകൾ നടത്തും. ഇതൊക്കെ ഈ അക്കാഡമി സ്കൗട്ട്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നിലവിൽ നിങ്ങളൊരു കോച്ചൊക്കെ ആണ് അല്ലെങ്കിൽ കോച്ചിങ് ഒക്കെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ സ്കൗട്ടിങ്ങും കൂടെ പഠിക്കാൻ ശ്രമിക്കുക, അനാലിസിസും കൂടെ പഠിക്കാൻ ശ്രമിക്കുക. ഓവറോൾ ആയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഇൻഡിവിജ്വലിയും ആസ് എ ടീം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരമായിരിക്കും നിങ്ങൾക്ക്. സ്കൗട്ടിംഗ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ ഒരു പ്ലെയർ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെങ്ങനെ പഠിക്കും, അദ്ദേഹത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഠിക്കും. ഇതൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് പഠിക്കും. നിങ്ങളുടെ കോച്ചിങ്ങിലും ഇത് നിങ്ങൾക്ക് ഉപകാരമാവേ തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു കോച്ചാവുമ്പോൾ പരമാവധി ഈ പറയുന്ന പോലെ ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രം ചുരുങ്ങാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും ബേസ് പഠിച്ചാൽ മതി. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് തന്നെ ആയിരിക്കും. പിന്നെ വരുന്നതാണ് ഒരു റിക്രൂട്ട്മെൻറ്റ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഡേറ്റാപരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലസ് വീഡിയോ ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഗെയിം നോളജൊക്കെ ഉണ്ടെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് അനലിസ്റ്റ് ആവാവുന്നതാണ്. ഒരു ഡിസിഷൻ മേക്കറാണ് അദ്ദേഹം. ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാന്ന് പറയാം. ഈ വീഡിയോ അനാലിസിസും അല്ലെങ്കിൽ ഡേറ്റ അനാലിസിസും തമ്മിലുള്ള കാര്യങ്ങൾ രണ്ടും നോക്കിയിട്ട് ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തണോ വേണ്ടേ എന്നുള്ളൊക്കെ സജഷൻസ് കൊടുക്കാനും ഡയറക്ടർമാർക്കും അല്ലെങ്കിൽ ഹെഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റിനൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കാനൊക്കെ റിക്രൂട്ട്മെൻറ്റ് അനലിസ്റ്റ് സഹായിക്കും. നമ്മളിപ്പോൾ കാണാം ഇന്ന ക്ലബ്ബ് ഇന്ന പ്ലെയറെ നോക്കുന്നുണ്ട്, സൈൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെന്നൊക്കെ. ഇതൊക്കെ റിക്രൂട്ട്മെൻറ്റ് അനലിസ്റ്റ് കൂടി നോക്കിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അദ്ദേഹം ഡേറ്റ് നോക്കും, എത്ര പെർഫോമൻസ് ഉണ്ടായിരുന്നു, എത്ര ഗോളുകൾ സ്കോർ ചെയ്തിരുന്നു, എന്തൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് അവർ നോക്കുന്നത്, ഇന്ന പ്രൊഫൈലാണോ എന്നൊക്കെയുള്ള നോക്കുന്നത്, അതിൻ്റെ വീഡിയോ ഫുട്ടേജ് കാണും. ഇതൊക്കെ കൂടി ബ്രിഡ്ജ് ചെയ്തിട്ട് ഹെഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് അദ്ദേഹമായിരിക്കും തീരുമാനം എടുക്കുക. പിന്നെ വരുന്നത് ഹെഡ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു റിക്രൂട്ട്മെൻറ്റ് അനലിസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകളൊക്കെ ഹെഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റിനായിരിക്കും. അവരായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും പോലെ തന്നെ ഒരു മാനേജർ എന്താണോ ചെയ്യുക അതേ ഡ്യൂട്ടികൾ തന്നെ ആയിരിക്കും ഹെഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റിന് വരാം. ഒരു റിക്രൂട്ട്മെൻറ്റ് അനലിസ്റ്റായിട്ട് നിങ്ങൾ ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ആ ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടുക. കുറേ സമയം എടുക്കുന്നൊരു കേസും കൂടിയാണ് അത്. അത്രയും എക്സ്പീരിയൻസും അത്രയും റെസ്പോൺസിബിലിറ്റിയും ഉള്ളൊരു റോളും കൂടിയാണ് ഹെഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത്. പിന്നെ വരുന്നത് ഒപ്പോസിഷൻ സ്കൗട്ട് അല്ലെങ്കിൽ ഒപ്പോസിഷൻ അനലിസ്റ്റ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോലി കേട്ടോ. എനിക്ക് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ഇൻട്രസ്റ്റഡ് ആവും. ഒപ്പോസിഷൻ സ്കൗട്ട് എന്ന് പറയുന്നത് ഒപ്പോസിഷനെ പോയി കണ്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു റിപ്പോർട്ട് സ്ട്രക്ചറൊക്കെ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ അവരുടെ ഷേപ്പ് നോക്കുന്നുണ്ടാവും, പാസിംഗ് പാറ്റേൺസ് നോക്കുന്നുണ്ടാവും, ലൈനപ്സ് നോക്കും, സ്കോർസ് നോക്കും, ഗോൾ സ്കോറേഴ്സ്, അവരുടെ ബിഗ് പെർഫോമൻസ് ആരുടെ വകയായിരുന്നു, മെയിൻ പ്ലെയേഴ്സ് ആരൊക്കെയാണ്, കുറേ കാര്യങ്ങൾ ആ ഒരു റിപ്പോർട്ട് സ്ട്രക്ചറിൽ വരും. അപ്പോൾ ഒപ്പോസിഷനിൽ പോയിട്ട് നല്ല പ്ലെയേഴ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് അനാലിസിസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ട് നമ്മൾ ആ റിപ്പോർട്ട് നേരെ കോച്ചിന് സബ്മിറ്റ് ചെയ്യും. അത് വെച്ചിട്ടായിരിക്കും കോച്ച് ട്രെയിനിങ് സെഷൻസും അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത വീക്കിലായിരിക്കും നമുക്ക് ഈ ഒപ്പോസിഷനെതിരെ മാച്ച് വരുന്നുണ്ടാവുക. അപ്പോൾ അവർ ഏത് ഷേപ്പിലാണ് പ്രസ് ചെയ്യുന്നത്, ഏത് ഷേപ്പിലാണ് അവർ പ്ലേ ഔട്ട് ചെയ്യുന്നത് ബാക്കിൽ നിന്നിട്ട്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. എല്ലാ ഗെയിമിലും ഓരോ ഫോർമേഷനും ഓരോ സ്ട്രക്ചറും ഒന്നും ആവണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ഐഡിയ കിട്ടാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠിക്കാൻ പറ്റുന്ന കാര്യമൊക്കെയാണ് ഒപ്പോസിഷൻ അനാലിസിസ് എന്നുള്ളത്. അനാലിസിസിലേക്ക് വരുമ്പോൾ പല രീതിക്കുള്ള കാര്യങ്ങളുണ്ട്. വീഡിയോ അനാലിസിസ് ഉണ്ട്, ഒപ്പോസിഷൻ അനാലിസിസ് ഉണ്ട്, സെറ്റ് പീസ് അനാലിസിസ് ഉണ്ട്, പ്രീ മാച്ച്, പോസ്റ്റ് മാച്ച്, ലൈവ് മാച്ച്, ഒരുപാടധികം ഡെപ്തിലേക്ക് വരുന്ന കാര്യങ്ങൾ അനാലിസിസിലുണ്ട്. അതേപോലെ തന്നെയാണ് വീഡിയോ സ്കൗട്ട് എന്നുള്ളത്. വീഡിയോ സ്കൗട്ടിങ് ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആൻഡ് കൺവീനിയൻ്റ് ആയിട്ട് വരുന്നൊരു സാധനമാണ്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗെയിംസിനും സ്കൗട്ട്സിനെ വിടണം. ഒരു ക്ലബിന് പല തടസ്സങ്ങളും അതിനുണ്ടാവാം. ചിലപ്പോൾ ഒരു സ്കൗട്ടിന് തന്നെ ചിലപ്പോൾ 2 ഗെയിമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വരാം. പക്ഷേ ഇതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് വീഡിയോ സ്കൗട്ടിങ്ങിനെ സഹായിക്കും. കാരണം എബ്രോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഗെയിംസും AI ക്യാമറ വെച്ച് റെക്കോർഡഡ് ആണ്. ഈ പറയുന്ന VO ആയാലും ഹഡിൽ സ്പോർട്സ് കോഡ് ആയാലും സ്റ്റാറ്റ്സ് ബോംബ് ആയാലും ഇവർക്കൊക്കെ AI ക്യാമറാസ് ഉണ്ട്. ഇത് വെച്ച് ഗെയിംസ് റെക്കോർഡ് ചെയ്യുകയും ഈ ഗെയിംസ് നമുക്ക് ഡേറ്റാ ബേസിൽ ആക്സസ് ചെയ്യാനായിട്ടും സഹായിക്കും. എല്ലായ്പ്പോഴും എല്ലാം പറയുന്നത് അതിന് ആക്സസ് കൊടുക്കാനായിട്ട് ക്ലബ്സ് തയ്യാറാണെങ്കിൽ. ഇപ്പോൾ വൈ സ്കൗട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് തന്നെ ഒരു ഡേറ്റാ ബേസ് തന്നെയുണ്ട് പ്ലേയേഴ്സിനെ കണ്ടെത്താനൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക്
പ്ലേയേഴ്സിൻ്റെ വീഡിയോസ് കാണുകയും അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് സ്കൗട്ട്സിന് സാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ UK ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ആഫ്രിക്കയിൽ നിന്നിട്ടുള്ള ഒരു പ്ലെയറെ സ്കൗട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈല്, പെർഫോമൻസ്, ആട്രിബ്യൂട്ട്സ് എല്ലാം കാണാൻ പറ്റും. പിന്നീട് ഒരു അനാലിസിസ് സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് വീണ്ടും വരുമ്പോൾ പെർഫോമൻസ് അനലിസ്റ്റ് എന്നുള്ളൊരു ജോബ് റോൾ ഉണ്ടാവാം. പെർഫോമൻസ് അനലിസ്റ്റ് എന്നുള്ളതൊരു വളരെ വലിയൊരു റോളാണ്. അതായത് അതിലേക്ക് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് കൂടുതൽ ഇലീറ്റ് ആയിട്ടുള്ള ക്ലബ്ബുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് സാധിക്കും. ചെറിയ ചെറിയ ലെവൽസിലൊക്കെ ഈ പറയുന്ന ഒറ്റ ഡെസിഗ്നേഷൻ തന്നെയായിരിക്കും പെർഫോമൻസ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ ഈ പറയുന്ന പോലെ ഓപ്പോസിഷൻ അനാലിസിസ് ചെയ്യുന്നുണ്ടാവാം, ലൈവ് മാച്ച് ചെയ്യുന്നുണ്ടാവാം, പ്രീ മാച്ച് ചെയ്യുന്നുണ്ടാവും, പോസ്റ്റ് മാച്ച് ചെയ്യുന്നുണ്ടാവും, എല്ലാ ജോലിയും ചെയ്യുന്നുണ്ടാവും. പക്ഷേ കൂടുതലും ആ ലാഡറിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഈ റോൾസിനെ ഡൈസെക്ട് ചെയ്യാനായിട്ട് ക്ലബ്ബുകൾക്ക് സാധിക്കും. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിഷൻ അനാലിസിസ്, സെറ്റ് പീസ് അനാലിസിസ്, ഇൻഡിവിജ്വൽ അനാലിസിസ്, ഇങ്ങനെ ഒരുപാടധികം വേരിയേഷൻസ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ പറയുന്ന അനാലിസിസ് എന്നുള്ളത്. അതിൽ ഏറ്റവും ആദ്യം പെർഫോമൻസ് അനലിസ്റ്റ് ആയിട്ട് വരുന്നു. പെർഫോമൻസ് അനാലിസിസ് എന്ന് പറയുന്ന എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആ ഒരു ഗെയിമിൻ്റെ റിപ്പോർട്ട് കോച്ചിന് സബ്മിറ്റ് ചെയ്യുന്നു. എവിടെയാണ് വീഴ്ചകൾ പറ്റിയത്, എന്തായിരുന്നു ഓപ്പോസിഷൻ്റെ സ്ട്രക്ചർ, എങ്ങനെയായിരുന്നു നമ്മുടെ സ്ട്രക്ചർ, ഡിസ്റ്റൻസസിൽ പ്രശ്നമുണ്ടായിരുന്നോ, ഷേപ്പ് എങ്ങനെയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പഠിക്കാനായിട്ടും നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടും ഉണ്ടാവും. പല ക്ലബ്ബുകൾക്കും ഇത് ഡിഫറൻ്റ് ആയിരിക്കും. ചില ക്ലബ്ബുകൾക്ക് കോച്ചിന് എന്താണോ വേണ്ടതെന്നുള്ളത് കോച്ച് അറിയിക്കുന്നുണ്ടാവും. മറ്റു ചില ക്ലബ്ബുകൾക്ക് ആ ഒരു അനലിസ്റ്റിൻ്റെതായ രീതിക്ക് റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ പറയും. ഇറ്റ് ഡിപ്പെൻസ്. ഓരോരോ കോച്ചസിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഓരോരോ എക്സ്പീരിയൻസ് ആയിരിക്കും, ഓരോരോ രീതിയായിരിക്കും. അപ്പോൾ നിങ്ങൾ പെർഫോമൻസ് അനലിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ പോലും കോച്ചിങ് ലൈസൻസ് എടുക്കുന്നത് വളരെയധികം ഉപകാരമാണ്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ പെർഫോമൻസ് അനലിസ്റ്റ് ആവാം എന്നുള്ളതൊക്കെ. ഇതിൻ്റെ ഏറ്റവും അധികം ബേസ് എന്ന് പറയുന്നത് ഗെയിം നോളജാണ്. ഗെയിം നോളജിന് എന്ത് വേണം, നമ്മൾക്ക് ഗെയിം നോളജ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിന് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് അറിയിക്കാനായിട്ട് നമ്മൾക്കൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് കോച്ചിങ് ലൈസൻസ് ആണ്. ഈ പറയുന്ന UFA BO AO എന്ന് വേണമെന്നൊന്നുമില്ല, പക്ഷെ എന്നിരുന്നാലും ഒരു UFA C ലെവലെങ്കിലും എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത്രയും അധികം നല്ലതാണ്. അതിലേക്ക് മുകളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. കോച്ചിങ് എക്സ്പീരിയൻസ് എത്രയോ കൂടുന്നോ അത്രയും നല്ല തന്നെയാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കും, ടെലിസ്ട്രേഷൻസ് വരുത്താൻ, കോഡിങ് ചെയ്യാനായിട്ട്. അതിലേക്കൊക്കെ പെർഫോമൻസ് അനലിസ്റ്റിനെ കുറിച്ചിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം. എന്നിരുന്നാലും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഇത് പറഞ്ഞു പോയെന്നുള്ളൂ. പിന്നെ വരുന്നത് ഡേറ്റ അനലിസ്റ്റ് ആണ്. ഡേറ്റ അനലിസ്റ്റ് ഈ പറയുന്ന പോലെ വീഡിയോ അനലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഡേറ്റ പരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും ഡേറ്റ അനലിസ്റ്റിൻ്റെ ജോലി. ഹീറ്റ് മാപ്സ് ഉണ്ടാക്കുക, ആസ് മാപ്പ് ഉണ്ടാക്കുക, നമ്പർ ഓഫ് ടച്ചസ് നോക്കുക. അപ്പോൾ ഡേറ്റ പരമായിട്ടുള്ള കാര്യങ്ങൾ കോഡ് ചെയ്യുക എന്നുള്ളതാണ് ഡേറ്റ അനലിസ്റ്റിൻ്റെ ജോലി. നിങ്ങൾക്കൊരു ഡേറ്റ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡേറ്റ എഞ്ചിനീയറിങ്ങോ പൈത്തൺ R അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന ഫുട്ബോൾ ഡേറ്റ അനാലിസിസും നിങ്ങൾ ഇപ്പോൾ ഉള്ള കരിയറും കൂടി നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഡേറ്റ സയൻറ്റിസ്റ്റ് വരും. ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവർ സ്പെസിഫിക് ആയിട്ടുള്ള ഗെയിം മോഡൽസ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു 3 yearsൽ ഏറ്റവും സക്സസ്ഫുൾ ആവാനുള്ള പ്രോബബിലിറ്റി ഉള്ള പ്ലെയർ ഏതാണ്, ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് കൂടുതലും ഈ ഡേറ്റ പരമായിട്ടുള്ള രീതിക്ക് ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളതാണ് ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെ ജോലി. പുതിയ പുതിയ മെട്രിക്സുകൾ ഇവർ കൊണ്ടുവരും. ഫ്യൂച്ചർ പെർഫോമൻസ് ഇവർക്ക് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും വേറെ ഗെയിം മോഡൽസ് ആയിട്ട്. സോ അങ്ങനെയാണ് ഒരു ഡേറ്റ സയൻറ്റിസ്റ്റ് ഫുട്ബോളായിട്ട് റിലേറ്റഡ് ആവുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഹെഡ് ഓഫ് അനാലിസിസ് വരും, അക്കാഡമി അനലിസ്റ്റ് വരും. ഹെഡ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത് സെയിം പരിപാടി. അനാലിസിസിൻ്റെ ഹെഡിനെയാണ് ഹെഡ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത്. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓവറോൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ മേൽക്കൈ നോക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ചിലപ്പോൾ ഈ പറയുന്ന ഓപ്പോസിഷൻ അനാലിസിസ്, വീഡിയോ അനാലിസിസ്, ഇൻഡിവിജ്വൽ അനാലിസിസ് ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഈ റിപ്പോർട്ടുകളൊക്കെ സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റേതായ ഡിസിഷൻസ് എടുക്കുന്ന ഒരാളായിരിക്കും ഹെഡ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത്. അക്കാഡമി അനലിസ്റ്റ് സെയിം ജോബ് റോളാണ് ഏത് പെർഫോമൻസ് അനലിസ്റ്റിൻ്റെ. അത് പക്ഷേ അക്കാഡമിക്ക് വേണ്ടി ആയിരിക്കും എന്ന് മാത്രം. കൂടുതലും ഈ പറയുന്ന ഒരു പ്ലെയർ ഡെവലപ്മെൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ടായിരിക്കും അക്കാഡമി അനലിസ്റ്റ് പെർഫോം ചെയ്യുക. ബോഡി ഷേപ്പ് അല്ലെങ്കിൽ ഗെയിം അവയർനെസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക. എന്നിരുന്നാലും ഓൾമോസ്റ്റ് ഈ പറയുന്ന ജോബ് റോൾ സെയിം തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി ഫിസിക്കൽ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിലേക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച്. സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് പഠിച്ചിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇവർക്ക് ഒട്ടുമിക്കത് ഞാൻ കണ്ടിട്ടുള്ളത് ജിമ്മിലേക്ക് ഒരു ട്രെയിനറായിട്ട് പോവുക എന്നുള്ളതൊക്കെയാണ്. നല്ല കാര്യം ഉണ്ടോ, ജിമ്മിലേക്ക് ട്രെയിനറായിട്ട് പോകുന്നത് ഏറ്റവും അടിപൊളി കാര്യമാണ്. പക്ഷെ ഒന്നല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് ഫുട്ബോളുമായിട്ട് ഇഷ്ടമുണ്ട്, ഫുട്ബോളിലേക്ക് വരണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചസ് ഒട്ടുമിക്ക ടീമുകൾക്കും ഉണ്ടാവും. ഇവരായിരിക്കും ഈ ഫിസിക്കൽ പ്രോഗ്രാംസും ജിമ്മിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്, പ്ലേയേഴ്സിന് വർക്ക് ലോഡ് കൊടുക്കുന്നതും സ്ട്രെങ്ത്തും കണ്ടീഷനിങ് ഒക്കെ ചെയ്യിപ്പിക്കുന്നതും എല്ലാം ഈ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് ആയിരിക്കും. ഇതെന്തിനാ ചെയ്യുക, സ്പീഡ് ബിൽഡ് ചെയ്യാൻ, റെസിലിയൻസ് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പ്ലോസീവ്നെസ് ബിൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് പ്ലേയേഴ്സിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ഉള്ളത്. സോ
അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സെപ്പറേറ്റ് ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവും. ഇതൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് ആയിരിക്കും. പിന്നെ ഫിസിക്കൽ പെർഫോമൻസ് കോച്ച് ഉണ്ട്. ഏകദേശം സെയിം തന്നെയാണ്. ഫിസിക്കൽ പെർഫോമൻസ് കോച്ച് എന്ന് പറയുന്നത് പെർഫോമൻസ് മോണിറ്റർ ചെയ്യുകയും ഈ പറയുന്ന സ്പ്രിന്റ് സ്പീഡ് അല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് ഒരു പ്ലെയറിന്റെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് മോണിറ്റർ ചെയ്യുന്നതൊക്കെയാണ് ഫിസിക്കൽ പെർഫോമൻസ് കോച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. കൂടുതലും പെർഫോമൻസ് റിലേറ്റഡ് ആയിരിക്കും. ഗെയിമിൽ എങ്ങനെ ഇവർക്ക് പറയുന്ന പോലെ എൻഡ്യൂറൻസ് കൂട്ടാം, സ്ട്രെങ്ത് കൂട്ടാം, ഫിസിക്കാലിറ്റി കൂട്ടാം, സ്പീഡ് കൂട്ടാം, ഇതൊക്കെ മോണിറ്റർ ചെയ്യുകയും അതിനനുസരിച്ച് റിപ്പോർട്ടുകൾ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും ഫിസിക്കൽ പെർഫോമൻസ് കോച്ച് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സ്പോർട്സ് സയന്റിസ്റ്റ് ആണ്. ഏറ്റവും കിടലായിട്ടൊരു റോളാണ്. ഒരുപാട് ഇപ്പോൾ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവർക്ക്, നേരത്തെ ഈ പറഞ്ഞ പോലെ ഡേറ്റാ സയൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പറ്റിയൊരു റോളാണ് ഇതിലേക്ക് വരാനായിട്ട്. കാരണം പെർഫോമൻസ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യും. ഒരു പ്ലെയറിൻ്റെ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ ആവറേജ് സ്പീഡ് ലീഗിൻ്റെ ആവറേജ് സ്പീഡിനോട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ടീമിൻ്റെ ആവറേജ് സ്പീഡ് എത്രയാണ്, ഒരു പ്ലെയർ എത്രത്തോളം സ്പ്രിൻസ് നടത്തുന്നുണ്ട്, ക്വിക്കായിട്ടുള്ള എക്സ്പ്ലോസീവ് റൺസ് എത്രത്തോളം നടത്തുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ പെർഫോമൻസ് മോഡൽസ് വെച്ചിട്ട് ഇവർക്ക് തയ്യാറാക്കാൻ പറ്റും. അതിന് പല ഫോർമുലാസും പല എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇവർ യൂസ് ചെയ്യുന്നത് കാണാം. അത് ട്രെയിനിങ് ഒപ്റ്റിമൈസ് ചെയ്യാനും റിക്കവറിക്ക് വേണ്ടിക്കെല്ലാം ഈ സ്പോർട്സ് സയൻറ്റിസ്റ്റിനെ ഉപയോഗിക്കുന്നുണ്ടാവും ഒരു ടീം. പിന്നെ വരുന്നത് ഫിസിയോ ആണ്. ഫിസിയോ അറിയാം എല്ലാവർക്കും. ഒരു ടീം ഫിസിയോ എന്ന് പറയുന്നത് റീഹാബ് ചെയ്യും, ഇഞ്ചുറീസിനെ ട്രീറ്റ് ചെയ്യും. പ്രീ മാച്ചിലായാലും ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇവർ ഒരുപാട് അധികം വർക്കൗട്ട് ചെയ്യുന്നത് കാണാം. സ്പോർട്സ് തെറാപ്പിസ്റ്റും ഏകദേശം സെയിം തന്നെയാണ്. ഇഞ്ചുറി പ്രിവെൻഷനൊക്കെ തന്നെയാണ് ഇവരും ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഫിസിയോ, സ്പോർട്സ് തെറാപ്പി എന്നൊക്കെ പറയുന്നവർ ഇത് പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കരിയർ ഡീവിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. പിന്നെ വരുന്നത് ഗെയിമിൻ്റെ മെൻറ്റൽ സൈഡിലേക്കാണ്. മെൻറ്റൽ സൈഡിലേക്ക് വരുമ്പോൾ ടീമിനൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവും. ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മെൻറ്റൽ സ്ട്രെങ്ത് എന്നുള്ളത്. കാരണം കോവിഡിനൊക്കെ ശേഷം ഒരുപാട് പ്ലെയേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു സോഷ്യൽ സ്കില്ലും മെൻറ്റൽ സ്ട്രെങ്ത് ഒക്കെ കൊണ്ടുവരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു സൈക്കോളജിസ്റ്റ് ഇലീറ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഒരു ടീമിനുണ്ടാവും. പല രാജ്യങ്ങളും ഇത് നിർബന്ധമാക്കാനുള്ള പ്ലാനുകൾ വരുത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് 1v1s ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പ് സെഷൻസ് ആയാലും സൈക്കോളജിസ്റ്റുകൾ എടുക്കുന്ന കാണാം. അത് പ്ലെയേഴ്സിന് വേണ്ട രീതിക്ക് ഉപയോഗപ്പെടുത്താം. അവർക്ക് റെസിലിയൻസ് ബിൽഡ് ചെയ്യാനും മെൻറ്റൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനും ലോസസിൽ നിന്നിട്ട് കരകയറി വരാനൊക്കെ ആയിട്ടും സഹായിക്കുന്ന ഒരു പരിപാടിയാണ് സൈക്കോളജിസ്റ്റ് എന്നുള്ളത്. പിന്നെ വരുന്നത് ന്യൂട്രീഷനിസ്റ്റ് ആണ്. അത് ഇന്ത്യയിലെ ഏറ്റവും ലാക്ക് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഒട്ടുമിക്ക ക്ലബ്ബുകളും മറക്കുന്നൊരു കാര്യമാണ്. പലരും ട്രെയിനിങ്ങുകൾ കൊടുക്കും, സെഷൻസ് കൊടുക്കും, നല്ല നല്ല കിടിലൻ കോച്ചസിനെ വരുത്തിക്കും. പക്ഷേ പ്ലേയേഴ്സിൻ്റെ ന്യൂട്രീഷനോ ഒന്നും ഉണ്ടാവില്ല. പ്ലേയേഴ്സ് ഈ പറയുന്ന പോലെ ന്യൂട്രീഷൻ ഒന്നും ഇല്ലാണ്ട് ഈ പ്രോട്ടീൻ ഇൻടേക്ക് ഒന്നും ഇല്ലാതെ നമുക്കതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടാവും നമ്മളുടെ കൾച്ചറിൽ വെച്ചിട്ട്. പക്ഷെ എന്നിരുന്നാലും ക്ലബ്സ് എത്രത്തോളം ന്യൂട്രീഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത്രത്തോളം അക്കാഡമി ലെവലിലൊക്കെ ഗ്രോത്തുകൾ വരുത്താനായിട്ട് ടീമുകൾക്ക് സാധ്യമാവും. അതിന് വേണ്ടിയിട്ട് ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടാവും. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ന്യൂട്രീഷൻ ട്രാക്ക് ചെയ്യുന്ന പരിപാടി ഇവർക്ക് ഉണ്ടാവും. ഓരോ പ്ലേയേഴ്സിനും വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ലീപ്പ് സ്കെഡ്യൂൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ പറയുന്ന ന്യൂട്രീഷനിസ്റ്റ് ആയിരിക്കും. ഈ ന്യൂട്രീഷനിസ്റ്റും ടീമിനൊരു ഷെഫ് ഉണ്ടാവും. അതൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഞാൻ പറയാത്തത്. പക്ഷേ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കും. ന്യൂട്രീഷനിസ്റ്റ് കൊടുക്കുന്ന പല കാര്യങ്ങളായിരിക്കും ഈ ഷെഫ് മെനുവിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവും. പിന്നെ മെഡിക്കൽ സെഷനിലേക്ക് വരുമ്പോൾ അവസാന പരിപാടിയാണ്. അതായത് മെഡിക്കൽ സെഷനിലേക്ക് വരുമ്പോൾ ക്ലബ് ഡോക്ടർ ഉണ്ടാവും. ഓരോ ക്ലബിനും വളരെ അനിവാര്യമാണ്. കാരണം എന്തെങ്കിലും ഇഞ്ചുറി പ്രിവെൻഷൻസ് എമർജൻസി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എപ്പോഴും ഒരു ക്ലബ് ഡോക്ടർ ഉള്ളത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഡോക്ടറാണ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പോർട്സിലേക്ക് നിങ്ങൾക്ക് മാറാം. ക്ലബ് ഡോക്ടേഴ്സ് ഒരുപാടുണ്ട്. ക്ലബ് ഡോക്ടേഴ്സ് ആണെങ്കിൽ ടീമിനൊപ്പം ട്രാവൽ ചെയ്യാം. ഒരുപാട് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല രീതിക്ക് പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബ് കൂടിയാണ്. സോ ക്ലബ് ഡോക്ടേഴ്സ് എല്ലാ ക്ലബിനും അല്ലെങ്കിൽ ഒട്ടുമിക്ക ക്ലബ്ബുകൾക്കും ക്ലബ് ഡോക്ടേഴ്സ് ഉണ്ടാവും. അത് ഏത് ലെവലായാലും ഉണ്ടാവും. അക്കാഡമി ലെവലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ടീമിനായാലും ക്ലബ് ഡോക്ടേഴ്സ് അവിടെ ഒട്ടുമിക്ക സമയത്തും പ്രസൻ്റ് ആയിരിക്കും. ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ കോഴ്സസ് അവൈലബിൾ ആണ് കേട്ടോ. അതായത് മാസ്റ്റേഴ്സ് ആയാലും ഡിഗ്രി കോഴ്സസ് ആയാലും എബ്രോഡ് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇത്രയും വേരിയൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ട് നമുക്കിപ്പോൾ നിലവിൽ നമ്മളെ സിസ്റ്റത്തിലില്ല. പക്ഷെ ഞാൻ ഈ പറയുന്നത് ഒരു ഗ്ലോബൽ സ്കെയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. എന്നിരുന്നാലും പലതും ഇന്ത്യയിലേക്ക് കടന്നു വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ ഇതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള റൂൾസ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സബ് ഡിവിഷൻസ് ഒക്കെ പല റോളുകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഈ കരിയർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് കോച്ചിങ് മാത്രമാണ് ഒരു കരിയർ എന്നുള്ളത്. പല കരിയേഴ്സ് ഉണ്ട്, പല കോഴ്സസ് ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട് അന്വേഷിച്ചിട്ട് മാത്രം കോഴ്സസ് ഒക്കെ തിരഞ്ഞെടുക്കുക. എടുത്ത് ചാടിയിട്ട് ഈ പറയുന്ന പോലെ ഒരാൾ സ്പോർട്സ് മാനേജ്മെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരാൾ ഫുട്ബോൾ കോച്ചിങ് MSc ചെയ്തു, ഇതുകൊണ്ട് മാത്രം നിങ്ങൾ പോയിട്ടൊരു കോഴ്സ് എടുക്കരുത്. എല്ലാ ഇൻഫർമേഷനും ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. എന്നിരുന്നാലും കൂടുതൽ വീഡിയോസ് ചെയ്യാം. ഇത് മാത്രമല്ല ഇതിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ പറഞ്ഞു നേരത്തെ ഷെഫിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തു. ഒരുപാടധികം ഡിപ്പാർട്ട്മെൻറ്റ്സ് വേറെ ഉണ്ട്, മീഡിയ ഉണ്ട്, ഇപ്പോൾ ഷെഫുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം.
വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങൾ ഒരു കരിയർ കോച്ചിങ്ങിൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും തിരഞ്ഞെടുക്കുക, നിങ്ങൾ ഏറ്റവും എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു. ബൈ. സി യു.